Yo, what's up guys, I'm Amrit and welcome back to my channel. Samrat also sitting next to me. So welcome back to our channel. അപ്പോൾ സമൃദ്ധ നമ്മളത് ഒറ്റ ടേക്ക് എടുത്തിട്ടുള്ളൂ അല്ലേ? നിന്നതിൽ കാണുന്നില്ലടാ. അപ്പൊ കണ്ടു. യെസ് ഗൈസ്, നോ സ്പീക്കിംഗ് ചാലഞ്ച് ആണ്. എങ്ങനെ 24 hours ആണോ അല്ലെങ്കിൽ 2 hours ആണോ 1 hour ആണോ? 1 hour ഓൺലി ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെ 24 മണിക്കൂർ മിണ്ടാതിരിക്കാനെന്നുള്ള കഴിയൂല, ശേഷിയില്ല, അത്ര തന്നെ. അതെ ഗൈസ്, ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചങ്ക കടിച്ചു പോണിക്കും ഗൈസ്. ഫസ്റ്റ് ഞാനാണ് ചുപ്രഹോ ആവാൻ പോണത് അല്ലേ സമൃദ്ധ? അപ്പൊ ഗൈസ് ഇന്നത്തെ ഹീറോ ഞാനാണ്. അപ്പൊ ഗൈസ് ഇപ്പൊ ടൈം ഏകദേശം 1 മണി ആവാനായില്ല സമൃദ്ധ? ഓക്കെ ഗൈസ്, ഏട്ടനാട്ടോ മുണ്ടാക്കുക, ഊമയായിട്ട് ഏട്ടനാട്ടോ ഗൈസ്. ഏട്ടനാണ് ഊമ അയക്കണേ. സമയം ഇപ്പൊ 1:30 ആയിണ്ട് അല്ലേ? 1 മണി. 1 മണി ആയിണ്ട്. നടന്നത് എങ്ങോട്ടാ? പയ്യേ കരാട്ടയാ ഗൈസ്. നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നു. ബുദ്ധിയുള്ള തലച്ചോറ് വെയില് കൊള്ളണ്ട, അല്ലാതെ തന്നെ ബുദ്ധി ഇത്തിരി കൂടിയുണ്ട്. ഇപ്പൊ തലയ്ക്ക് എന്തെങ്കിലും വീഴണം, നല്ല രസമുണ്ടാവും ഗൈസ്. ഞാൻ ഉച്ചിനെ കൊന്ന് അതിന്റെ മേലെ ഞാൻ തല വെച്ച് ഒന്നും ആയില്ലേ പ്രത്യേകിച്ച്. ഗൈസ് നമുക്ക് ഉള്ളിൽ കയറാം. ഗൈസ് ഏട്ടൻ്റെ നീഞ്ഞു പച്ച ഒഴിച്ച ആരാണിത്? ഗൈസ് ഏട്ടൻ എന്തൊക്കെയോ ഇവിടെ എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ബുദ്ധിയുള്ള തലച്ചോറാണിന്ന്. അപ്പോൾ കുറച്ച് ബുദ്ധിയൊക്കെ അവിടെ ഷെയർ ചെയ്യാണ്. അത് ഏട്ടനല്ലേ അല്ലാത്ത ഗൈസ്. ഏട്ടൻ പൊട്ടനാണ്. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ എന്താ ചെയ്യാ, ഇങ്ങനെ പോവാ. ബുദ്ധി ഏട്ടനാട്ടോ ഗൈസ് ഇല്ലാത്ത. എന്താണ് ചെയ്ത് കേക്കാൻ താല്പര്യമില്ല. എന്റെ മോനെ ഏട്ടന്റെ വായ ഗുണാഗേവ് ഗായ്സ്. സലാമാണ്. എന്താണ് ഏട്ടന്റെ ടാബ്? ഏട്ടാ ഗുണാഗേവ് കാണിച്ചോടേ. അപ്പൊ ഗായ്സ് നമ്മളിവിടെ ഇങ്ങനെ തിരിക്കാണ്. ഇപ്പൊ സമയം 1:05 അല്ല 1 മണി. സോറി, മാറുന്നു. ഞാൻ ഇത് ക്യാമറ നോക്കിയിട്ടാ പറഞ്ഞ, അപ്പൊ തല തിരിഞ്ഞു. ഇങ്ങനെ ഇതോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കന്നെ, എന്താ ചെയ്യാ? കേക്കാൻ താല്പര്യമില്ല. വലുതോ ആന? ഏട്ടനാ ആന വലുത്. ഓടുന്ന ചാടുന്ന തുള്ളി അറിയുന്ന പത്ര ലൈനോ ലൈൻ ആക്ടർ. അത് തൊട്ടടിയാ. ഏട്ടന്റെ മാത്സ് നോട്ടിൽ എഴുതുന്നു, എന്റെ നോട്ടിൽ എഴുതുന്നു ഗൈസ്. ഏട്ടന്റെ ഇതില് വരച്ച്. ഏട്ടനും പെന്നാണെങ്കിലേ
കേക്കാൻ താല്പര്യമില്ല. ആ പറയ്. വലുതോ? ഞാനോ? തലവേനയോ? ആന? ലാസ്? ബിഗ്? വലുത്? അയ്യേ കറങ്ങുന്ന്. ബോർഡർ? ലൈന്? റൗണ്ട്? സർക്കിൾ? വലുത്? ആ വലുത് റൗണ്ട്. ഇതെന്ത് തേങ്ങയാ പറയുന്നത് ഗൈസ്? നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നീ ബിഗ് പറഞ്ഞു, ഒരു വട്ടേ പറഞ്ഞുള്ളൂ. ഞാൻ പിന്നെ കിട്ടാൻ വേണ്ടി എത്ര കളിച്ചതാ ഇവിടെ മുന്നേ എന്തൊരു ഷോ ഗൈസ്. അയ്യോ എനിക്കവിടെ പറഞ്ഞിട്ട് ഞാൻ ഈ ചാനൽ തോട്ട് ഗൈസ്. ഒരു 5 മിനിറ്റ് എന്നെ കൊണ്ട് തയ്ക്കാൻ പറ്റുള്ളൂ. ഐ എം റിയലി സോറി ഗൈസ്. വീഡിയോ ഉണ്ടല്ലോടാ ആവണ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോ എന്തായാലും സമൃദ്ധിനെ നമ്മൾ ഞാൻ റോസ്റ്റ് ചെയ്യൂല. ഞാൻ എന്തായാലും നിന്റെ ചാലഞ്ച് എടുക്കാം. 1 മണിക്കൂർ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നീ സമൃദ്ധിന്റെ ടൈം സ്റ്റാർട്ട്. യെസ് ഓക്കെ സ്റ്റാർട്ടിങ്. ഇനി മിണ്ടാതിരിക്കാൻ വേണ്ടി പോണത്. ഓക്കെ സമൃദ്ധി എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കഴിഞ്ഞ് നമ്മളെ ഗസ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ പേഷ്യൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ എന്താ നിനക്ക് വട്ടാന്നോ? എന്റെ വട്ടം നിനക്ക് പകർന്ന്. ഓക്കെ 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 ഗൈസ്, യവൻ നേരത്തെ പറഞ്ഞ കേട്ടോ. യവൻ എന്തൊക്കെയാ ഗൈസ് പറയുന്നത്? പുറത്തുള്ള സൂര്യൻ എനിക്ക് ബുദ്ധിയുള്ള തലയാണ്, പിന്നെ ഞാൻ വെയിലുണ്ടെന്ന്. പിന്നെ അകത്ത് കയറിപ്പോ പറയുകയാണ് എനിക്ക് ബുദ്ധി ഇല്ലാന്ന്. എന്താണത്? അപ്പൊ കാൽമടക്കിന്ന് തരാനാ തോന്നിയത്. രണ്ടും പറഞ്ഞു എനിക്ക് ബുദ്ധി ഉണ്ടെന്നും ഇല്ലാന്നും. യവൻ ആള് കൊള്ളാം കേട്ടോ. എന്താ കാണിച്ച്? ഓ ബുദ്ധി വളരുവോ? ഓ ബുദ്ധി വളർന്നിട്ട് ഇറങ്ങി നടക്കൂ. ഓ ഭീകരൻ. എന്താ കണ്ണ് ഗൈസ്? സമൃദ്ധിന് 2 വലിയ കണ്ണ് ഉണ്ട്. 2 ടൺ വെയിറ്റുള്ള കൈയാണ്. ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ ഒടിഞ്ഞു. ഞാൻ അത്രയ്ക്കും വെയിറ്റുള്ള കൈയല്ല ആണ് ഗൈസ്. സമൃദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാലാക പോലെ ഇറങ്ങി നടക്കുകയാണ്. എന്നെ കുറേ എന്താ ഗൈസ്, സമൃദ്ധിനെ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു അവസരമാണ്. അല്ലെങ്കിൽ ഊക്കി എന്നെ എയറിലാക്കി ഞാൻ അവസാനം നീൽ ആംസ്ട്രോങ് മറ്റേ ചന്ദ്രനിലെത്തിയില്ലേ അതേപോലെ എത്തും. അമ്മാരി ഐറ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താ കൈയും വെച്ച് കളിക്കുന്നത്? എന്തേ? ഓ താല്പര്യമില്ല. അവിടെ ഇരുന്ന് കൈ വെച്ചിട്ട് തക്തോം കളിച്ചോ. എന്തേ? വി ഡോണ്ട് കെയർ ഗൈസ്. അവിടെ എങ്ങാനും ഇരിക്കട്ടെ ഗൈസ്. പാതിന് സങ്കടമായി വന്ന്. സോറി സമൃദ്ധേ. ചവിട്ടുന്ന എനിക്കും മടക്കം കൊണ്ട് തരാൻ അറിയാട്ടോ. ഈ ഒരു വിളിക്ക് പോയി ഗൈസ്. നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരിക്കാം. സമൃദ്ധനെ എങ്ങനെ ഒന്ന് നോക്കിയിരിക്കാം. അവൻ എന്ത് ചെയ്യുമോ ആവോ. സമൃദ്ധേ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ പിന്നിൽ വരണം. സൗകര്യമില്ല ഗൈസ്. സമൃദ്ധ ഇവിടെ നമ്മളെ വിളിച്ചുകൊണ്ടെന്നിരിക്കുന്നു. ഓ പുതിയ സ്കെയിൽ മോഡൽ. എന്താ പറഞ്ഞ സ്കെയിൽ മോഡൽ? ഞാൻ പറയണോ? സ്കെയിൽ മോഡൽ എന്തെങ്കിലും ചിപ്സോ? എന്തായിരുന്നേ? സ്കെയിൽ മോഡൽ ചിപ്സോ? എന്തായിരുന്നേ? ആണ്ടവനോ? സ്കെയിൽ മോഡൽ ഗൈസ് ജിപ്സിയാ? ഗൈസ് ഇതാ ഭിത്തിയിലൊക്കെ തൂക്കി വെച്ചിരിക്കണ ഒരു കാറിനെയൊക്കെ പിടിച്ച്. ഗായ്സ് ഇതൊക്കെ ഗായ്സ് സീൻ ഫോട്ടോഗ്രാഫി. ഇത് അവിടെയൊക്കെ മൊത്തം കാറാണ്. സമൃദ്ധിന്റെ ഗുഹയാണ്, അല്ല സമൃദ്ധിന്റെ താവളമാണ് ഗായ്സ്. എന്തിനാ പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? എന്തിനേ ഒന്നും മിണ്ടുന്നില്ലേ? ഓ ഗായ്സ് ഇവിടെ എന്തോ അടിപൊളി സെറ്റപ്പ് ഉണ്ട്. 1 മിനിറ്റ്, ഞാൻ ലൈറ്റ് ഓഫ് ആക്കണം. അല്ല വേണ്ട. ചെയ്താ ഗായ്സ്. ഇങ്ങനെ ഒരു ഇരുട്ടത്ത് നമ്മൾ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഇത് അടിപൊളി സംഭവമാണ് സമൃദ്ധി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗുഡ് ജോബ് സമൃദ്ധ്. പക്ഷെ സമൃദ്ധിന് ഇപ്പോൾ 1 മണിക്കൂറത്തേക്ക് മിണ്ടാൻ പറ്റൂല. മിണ്ടിക്കഴിഞ്ഞാൽ ചാലഞ്ചിൽ
എന്തായാലും തോക്കും. ഞാൻ എന്തായാലും തോറ്റു ഗൈസ്. ഇനിയിപ്പോൾ ഇപ്പം കുറേ നേരം തികയ്ക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പം ഇവ എന്തായാലും ജയിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഗൈസ് സമൃദ്ധിന് ഇങ്ങനെ ചാലഞ്ച് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ ചാലഞ്ചിങ് ആയിട്ട് ഉണ്ട്. ഉപ്പിൻ്റെ ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റിച്ച് പറഞ്ഞു എന്നെ ഊക്കി കൊല്ലുന്ന ആളാ ഗൈസ്. ഈ ഉപ്പ് എന്തോ പോലെ ആരോ ഇവിടെ എന്തോ ഇങ്ങനെ വാടച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞ വീണ്ടും തെറ്റിപ്പോയി. അല്ല എന്തോ ഇങ്ങനെ ആരും എന്തൊരു വീട് ഇങ്ങനെ എന്തൊരു ശാന്തമായിരിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗായ്സ് സമൃദ്ധിന്റെ ഡ്രോയിങ്സ് ആണ്. കാണിച്ചു കൊടുക്കട്ടെ? വേണ്ടേ? എന്തിനാക്കൊരു താല്പര്യമില്ലാത്ത ഇയാളെ കാണിക്കാൻ. ഓ ഇടിച്ചളിക്കുന്നോ? ഇടിച്ചു കഴിഞ്ഞാലേ അവനിപ്പോ സിനിമ ഇരുന്ന് കാണാൻ പോകും. അപ്പൊ 1 മണിക്കൂർ ഉണ്ടാന്ന് വെക്കാലോ. ഇതിലും കൂടുതലും ഉണ്ടാക്കാം. വലിയ ഐഡിയ തന്നെ. ഓഫാക്കി മൂക്കിലൊക്കെ വിലയിട്ട് പോണ എന്തിന്? ഓ ഗായ്സ് ഉണ്ടാതിരുന്നിട്ട് വട്ടായും തോന്നുന്നു. ഗായ്സ് നമ്മളെ പിടിച്ച് വിഴുങ്ങുവോ? അവിടേക്ക് ഇടിക്കുന്നോ? എന്താ കൈ വേനിച്ചതാ ഗായ്സ്? കരഞ്ഞു പോണ് ഗായ്സ്. തല ഭയങ്കര ചൊറിയുന്നുണ്ട് തോന്നുന്നു. എന്തിനാ എന്റെ തലക്കണ എടുത്ത് പോണേ? ഗായ്സ് പത്രം നിലത്ത് വേണം. വേണ്ടേ സമൃദ്ധേ? നോ എനിക്കിഷ്ടല്ലേ സ്വഭാവം മാറാ. അവിടെ തലയിടിച്ച് വീണ. എൻ്റെ വീടില്ല എന്നാലും എന്താടാ എൻ്റെ ബുക്ക് എടുത്ത് നോക്കുന്നേ? സമയം 10 മിനിറ്റ് കഴിഞ്ഞ് ഗൈസ്. 10 മിനിറ്റ് കാണുന്നില്ലല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞ്. ഭീകരൻ. അവിടെ എന്തൊരു കാര്യമായിട്ട് കാണാതിരിക്കണേ? ഒന്നുമില്ല. എൻ്റെ വട്ടനിയനാ അവിടെ ഉള്ളത്. വെറുതെ കേട്ടോ എൻ്റെ ഗൈസ്. എൻ്റെ അനിയൻ നല്ല അനിയനാണ്. വീണ്ടും അത് അങ്ങോട്ടേക്ക് തന്നെ പോണ്. ഇയാൾക്ക് എന്തൊരു വയ്യേ? താറാവിന് ഇനി തലയിൽ വെച്ചിരിക്കുക. എൻ്റെ ഗൈസ് എൻ്റെ മുഖത്തടിക്കാൻ നോക്കുന്നു. വേണ്ട നോ ഗൈസ്. എന്താ ചെയ്യുന്നത്? എന്താ ഗൈസ്? ചൂട്. സെക്ടർ ബോക്സിന്റെ ഇതിൽ വെച്ചിട്ട് ഭയങ്കര ചൂടാ അതിന് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി സമയം കൂടുതൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതാണ്. സമൃദ്ധ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അടിച്ചോ? ഓക്കെ ഗൈസ്. ഒന്ന് പെരുമാറിയിട്ട് വരാം. ഗൈസ് മാങ്ങ ഗൈസ് ഏച്ചി വയ്ക്കുകയാണ്. മാങ്ങ ആർക്കും വേണ്ടത് ഗൈസ്? നമുക്ക് മാങ്ങ വെച്ചിട്ട് കാണാം. ഭയങ്കര വ്യത്യാസം ടേസ്റ്റ് ചേച്ചി. ഗൈസ് ഇന്ന് രാവിലെ ഒരു അടിപൊളി മഴ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ നല്ല വെയിൽ വന്ന്. നിങ്ങളുടെ അടുത്ത വീഡിയോ നമ്മൾ തുടക്കത്തിൽ എടുത്തപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പതാ നല്ല കാറ്റുണ്ട് ഗൈസ്. കാറ്റുണ്ട്. ഒരാൾ നടന്നു വേണം ഗൈസ്. മാസ് വരുത്താം. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും വരും. വാതിലടയ്ക്കുന്ന ഗൈസ്. അപ്പം എന്തായാലും ഇപ്പം നല്ല വെയിലാണ്. ഓക്കെ ഗായ്സ്, ഇതാര് ഗായ്സ് നമ്മുടെ കഥാനായകൻ. തുടക്കത്തിൽ ഹീറോ എന്നൊക്കെ പറഞ്ഞു, ഇപ്പോഴും ഹീറോ തന്നെ. എന്താ ക്യാമറ പിടിച്ച് നീ വിഴുങ്ങിയ? ഏച്ചി ഉണ്ടോ ഏച്ചി? മറ്റേ ഇതിന് നോ സ്പീക്കിംഗ് ചാലഞ്ചിനുണ്ടോ? ഇല്ല. തൊണ്ടൊക്കെ എന്തോ ആവുന്നില്ല. മാങ്ങ കഴിച്ചിട്ട് ടോണിക് ഒന്ന് ടേസ്റ്റ് ആവുന്നില്ല ചേച്ചി. ഗൈസ് അമ്മ പറയാണ് വിസ്മയെ നോക്കി ഇന്ന് ഓടിച്ചാടി അല്ലതും പെറുക്കിയെടുത്തോന്ന്. ആറിടാൻ വെച്ചതൊക്കെയല്ലേ ഗൈസ്. ചേച്ചിനോട് പറയാണ് പോയി എടുക്കാൻ. ഇപ്പൊ അയാൾ എന്ത് നല്ല കാലാവസ്ഥ. സമൃദ്ധനെ സമ്മതിച്ചേ പറ്റൂട്ടോ. എന്തായാലും നീ ചാലഞ്ചിൽ ജയിച്ചെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ അത്രയും ടൈം. സമൃദ്ധേ എന്റെ താടാ. സമൃദ്ധ നല്ല കാറ്റുണ്ട്. അടിപൊളി ഡ്രിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. അല്ലേ സമൃദ്ധ സമ്മതിച്ചെടുത്തേ പറ്റൂ. എന്നിട്ട് നെഞ്ചത്തോടെ കയറ്റാൻ വരുന്ന സമൃദ്ധനെ സമ്മതിച്ചെടുത്തേ പറ്റൂ. അവൻ എന്നെക്കാളും 10 ടൈംസ് ടൈമിൽ മിണ്ടാതെ നിന്ന്. എനിക്ക് അത്രയും മിണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അവൻ്റെ ഓരോ കളി കണ്ടിട്ട് അവനും ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി സംസാരിക്കും ഗായ്സ്. അതാണ് ഗായ്സ്. കാറ്റ് കാറ്റ് കാറ്റ്. സീൻ ഗായ്സ്. അങ്ങനെ മറ്റൊരു മഴയ്ക്കുള്ള സമയമായി ഗായ്സ്. സമൃദ്ധ എനിക്ക് ലിഫ്റ്റ് തരാൻ പോവാണ്. ഞാൻ കയറി കഴിഞ്ഞാൽ പറ്റുമോ?
ഇതാണ് സമൃദ്ധിന്റെ സെറ്റപ്പ്. ഇവിടെ നമ്മൾ കാല് വെക്കുന്നതാണ് അല്ലേ സമൃദ്ധ? എന്താടാ എന്തെങ്കിലുമൊക്കെ പറ, എന്തായാലും നമുക്ക് കയറാൻ പറ്റും, നീങ്ങുള്ളൂ. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും കയറുകയാണ്. നല്ല കാറ്റിൻ്റെ മഴയൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് വേഗം ചേക്കേറി പോവാം അല്ലേ? അപ്പോൾ എന്തായാലും അതിന് മുന്നേ കയറാം. എനിക്ക് കയറാൻ പറ്റില്ല, ഒരു കയ്യിൽ ഫോൺ അടിച്ചിട്ട് ഇയാൾ പിടിക്കുന്നത്. ഗൈസ് ഇവിടെ മഴ ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ഗൈസ് നല്ല അടിപൊളി മഴയാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ കൊടൂര വെയിൽ വരില്ലായിരിക്കും. ഓക്കെ ഹീറോ വന്നു. എങ്ങനെ ഓഹോ ഗൈസ്, ഓ സമൃദ്ധ പ്രകാശം വരുത്തി. സമൃദ്ധ എന്താ നീ ചാലഞ്ച് ഒന്നും ഇനി പിന്മാറുന്ന? കാരണം നീ ജയിച്ചെന്തായാലും 1 മണിക്കൂർ എന്നെക്കാളും നീ എന്തായാലും ജയിച്ച്. നിനക്ക് മിണ്ടാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കുക, നിന്റെ ഇഷ്ടം. കയറി കാറ്റില്ലടാ. ക്യാമറയുടെ ഫ്രെയിമിൽ നീ അവിടെ പോയത്. എന്താ അവിടെന്താ ഗൈസ് 8 കാലി. ഓ സമൃദ്ധ അധികം ഒന്നും പറയണ്ട, അവൻ 8 കാലിയൊക്കെ അടിച്ച് തൂഫാനാക്കുന്ന ആളാ. അല്ല അവന് കണ്ടപ്പോൾ ഒരു പേടിയായതാ, കൂളായിരിക്കുന്നു. ഗൈസ് കണ്ടോ? ഓ സമൃദ്ധിൻ്റെ ഓരോ ആക്ടിങ് എബിലിറ്റി കൂടി വരുന്നുണ്ട് ഗൈസ്. മഴ സമൃദ്ധ ഭയങ്കരനാണ് ഗൈസ്. അവനെ കുറേ നല്ല അടിപൊളി കുട്ടിയാണ്. എന്താ ആരാ കാറിൽ പോയി അല്ലേ ഗൈസ്? നല്ല അടിച്ചുപൊളി മഴ. അപ്പോൾ ഗൈസ് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇതാ ഗൈസ് ഇത് കൂടി വരുന്നുണ്ട്, കണ്ട ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ട് എന്നോട് അഞ്ചൽ പറഞ്ഞിരുന്നത് ഗൈസ്. അഞ്ചൽ ആരാന്ന് അറിയില്ലെങ്കിൽ ഇതാ അഞ്ചലിനോട് പറഞ്ഞിരുന്നത്. ഓ ഭയങ്കര കാറ്റ് അല്ലേ? അഞ്ചലിനോട് പറഞ്ഞിരുന്നേ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഗൈസ് സമൃദ്ധ നിനക്കില്ലെങ്കിലും ചാലഞ്ച് ഒന്ന് അല്ലേ ഒന്ന് ഇല്ല, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ഗൈസ്. സമൃദ്ധ ഭീകരൻ തന്നെ ഗൈസ്. മഴ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അധികം ടൈമൊന്നും ആയിട്ടില്ല, എപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൈസ്. അവിടെ വെള്ളമൊക്കെ നിറഞ്ഞു. ഇവിടെയൊക്കെ ഇനി വെള്ളം നിറയും. ഭയങ്കര ശക്തിയുള്ള മഴയാണെങ്കിൽ അല്ല സമൃദ്ധ? ഗൈസ് റോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ സൂം ചെയ്ത് തരാം. എങ്ങനെയാണ് സ്ഥിതി? ഇത് സൂം ചെയ്താലേ കറക്റ്റ് അറിയുന്നുള്ളൂ കേട്ടോ. എനിക്കല്ലെങ്കിൽ എന്താ അറിയില്ല, അതിൽ അറിയുന്നില്ല. കണ്ടോ ഇവിടുത്തെ മഴയായാലും നിങ്ങൾ നോക്കുമ്പം കണ്ടോ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും. ഇപ്പോഴെനിക്ക് മനസ്സിലായി സൂം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മഴ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ അതേപോലെ തന്നെ ശക്തിയിൽ ഇവിടെ പെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ പെയ്യുന്നത്. ഇവിടെ പെയ്യുന്നത്, പക്ഷെ അതിങ്ങനെ അങ്ങോട്ട് വിസിബിളായി കാണുന്നില്ല എന്നേ ഉള്ളൂ. സമൃദ്ധയ്ക്ക് ഞാൻ എന്താണെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ എന്ത് തേങ്ങയാണ് പറയുന്നത്. സത്യം പറഞ്ഞ കഴിച്ച് എനിക്കും മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്. അല്ല സമൃദ്ധ ഇന്ദ്രടേ? ഓ പിന്നെ എനിക്ക് വട്ടാന്നോ? ഇന്ദ്ര നീ തല ഇറക്കുവോ? വട്ടാണെങ്കിൽ ഇങ്ങനെ കറക്കുവോ? ഗൈസ് ഞാൻ ഒന്നുകൂടി അവനെ പെരുമാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇനി സമൃദ്ധിൻ്റെ ഒരു ചാനലിലേക്കുള്ള ഒരു വീഡിയോ അല്ലേ ഇവിടെയാണ്. അപ്പോൾ ഗൈസ് ഇനി നമ്മളെന്തായാലും ഈ ചാലഞ്ച് പതിയെ നിർത്തുകയാണ്. സമൃദ്ധ നീ എന്തായാലും ജയിച്ചു. സമൃദ്ധ ഭീകരനാണ്, അടിപൊളിയാണ്, പൊളിയാണ്. നീ സംസാരിച്ചോ? എന്തായാലും 1/2 മണിക്കൂറെങ്കിലും മിണ്ടാകുന്നില്ല. ജിയു എച്ചും ജെയും എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിന്റെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങോട്ട് താടാ. എൻ്റെ കഴുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് ചാനൽ ലിങ്ക് താഴത്ത് കൊടുക്കാം അല്ലേ? എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ. ഇവനോട് ഞാൻ ഇങ്ങനെ പറയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അപ്പോഴേക്കും അറിയില്ല. അല്ല ഗൈസ് കുഴപ്പമില്ല, നീ പറഞ്ഞാൽ മതി. ഗൈസ് സേവ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എന്താ അറിയില്ല, എന്തോ എറർ പോലെ സംഭവിക്കുന്നുണ്ട് ഗൈസ്. നല്ല കാറ്റുണ്ട്, വെയിലില്ല, പിന്നെ മഴ ഒന്ന് കുറഞ്ഞു. എന്തായാലും മഴ വരട്ടെ. ഓ മഴ പൊടിയുണ്ട്. ഹാക്കായി അതാണ് ഗൈസ്. സേവിങ്ങിൽ എന്തോ ഒരു എറർ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് നിർത്തിയാലോ? അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു സൂപ്പർ ഫൺ പാക്ക് അല്ലേ, അൾട്ടിമേറ്റ്ലി ഹൈലി അടിപൊളിയായൊരു വീഡിയോയിൽ കാണാം. ഞാൻ പുതിയ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ചാലഞ്ച് എടുത്തുള്ളൂ, എന്നിട്ട് ചാലഞ്ച് എടുത്തെടുത്ത് ഏട്ടന് വയ്യാന്നൊക്കെ ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ നിർത്തുകയാണ് അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാനുള്ള സമ്പ്രദായം. നമ്മൾ ഇനി അടുത്ത വ്ളോഗിലും ചാലഞ്ചസിലും വീഡിയോസിലും എല്ലാത്തിലും കാണാം അല്ലേ? അപ്പോൾ അതുവരെ ടിൽ ദെൻ ബൈ.